എന്താ അവിടെ തല്ലി പൊളിക്കണേ? ഞാനൊന്നും തല്ലി പൊളിക്കുന്നില്ല. എടാ അവിടെ പുറത്ത് ഒറ്റയ്ക്ക് കളിക്കല്ല, കുട്ടികളെ പിടുത്തക്കാര് വരുന്നു. കുട്ടികളെ പിടുത്തക്കാരൻ ഇവിടെ വരൂല. എന്തെന്നാ നിങ്ങക്ക് വേണ്ടേ? എടാ ഈ വെയിലത്ത് ഇങ്ങനെ കളിക്കല്ലേന്ന്. നാട്ടിലെ മുഴുവനും തൊണ്ടവേദനയും ചുമയാണ്, അത് പിടിക്കും. അകത്ത് പോയിരിക്കാം അവിടെ. എനിക്ക് തൊണ്ടവേദനയൊന്നും വരൂല. അയ്യാ തീരുമാനിക്കാൻ. നിങ്ങളത് ഒച്ച ഉണ്ടാക്കാണ്ട് അകത്ത് കിടന്നു. ഇനി നിങ്ങൾക്ക് വലി കൂടുകയുള്ളൂ. ഈ കുരുത്തം കെട്ടവനൊക്കെ വലുതാവണ് കാണുന്നതിന്റെ മുമ്പ് ഈ വലിവ് അങ്ങോട്ട് നിന്നാ മതിയായിരുന്നു. എന്റെ തള്ള എവിടാ? എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് എന്റെ സ്വഭാവം. നീ ഇവിടെ കണ്ട ഈ എന്റെ അച്ഛന്റെ കൂടെ പോയിന്നോ എന്നെ നോക്കാൻ? ഞാൻ എന്റെ അമ്മേന്റെ അടുത്താ. എന്താച്ചാ ഞാനൊന്ന് ഇറങ്ങിയ അപ്പൊ തുടങ്ങും. എന്തിനാ വഴക്കൂടണ്? അച്ഛന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അച്ഛന് എന്താണ് ആ കൊച്ചിനെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്? എന്റെ മണ്ടോ കുട്ടി വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ എന്തിനും വെയിലത്ത് കളിക്കണ്? മരുന്ന് കിട്ടിയോ? ഐസ്ക്രീം ഐസ്ക്രീം. എടാ മരുന്നിന്റെ കാര്യം പറയട്ടെ. അച്ഛന് ഒരു കാലത്തും മരുന്ന് കിട്ടൂല. അച്ഛാ അവൻ പറഞ്ഞ പോലെ തന്നെയായി. അവിടെ മരുന്നില്ലാന്നാ അവര് പറയണേ. നീ എന്താ മണ്ടോ പറയണത്? ഏത് മെഡിക്കൽ സ്റ്റോറിലും ഈ മരുന്ന് കിട്ടില്ലേ? അച്ഛൻ നമ്മളവിടെ പൈസ കൊടുക്കാനുണ്ടല്ലോ. പെൻഷൻ കിട്ടിയിട്ട് തരാന്ന് പറഞ്ഞില്ലേ കുട്ടിയെ? അച്ഛ അത് ഞാൻ അവരോട് പറഞ്ഞു. നമ്മള് പൈസ കൊടുക്കാനുള്ളപ്പോ പിന്നെ അവര് ഇനിയും തരൂ. ഇതടിക്കാൻ പറ്റില്ലെങ്കിൽ അച്ഛന് ശ്വാസം കിട്ടണ്ട ആകെ ഇടങ്ങോ. അച്ഛ എനിക്കറിയാം, ഞാൻ പരമാവധി അവരോട് പറഞ്ഞതാണ്, തന്നില്ല. എന്നാലേ മോളാ കോയുടെ അടുത്ത് പോയിട്ട് കുറച്ചുകൂടി പൈസ വെച്ചു. അച്ഛന് എന്താ ഈ പറയണത്? അയാളെ ഞാൻ ഈ വഴി പോകുമ്പോ ഞാൻ ഒളിച്ചിരിക്കണം കാണാതെ. ആ പെൻഷൻ കിട്ടിയെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പെൻഷന്റെ കാര്യം ആ ഓഫീസിൽ പോയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. എന്താ വരാത്തെന്നൊന്നും അറിയണമല്ലോ. അങ്ങോട്ട് പോണെങ്കിലും അച്ഛനെ നടക്കാൻ പറ്റില്ല. ഒരു വണ്ടി വിളിച്ചിട്ട് പോണ്ടേ, മരുന്ന് മേടിക്കണ്ടേ? അല്ലേ കോയനൊന്നും കൈ കണ്ടിട്ട് ഒന്നുകൂടി ചോദിച്ചോക്കാ, കുറച്ച് പൈസ കിട്ടിയാലോ. അച്ഛൻ അങ്ങനെ പോകുന്നും വേണ്ട. അച്ഛൻ പോണ്ടെങ്കിൽ ഞാനും വരാം. നീ വരുമോ? ആ ഞാൻ വരാം. അച്ഛൻ ഇനി ഒറ്റയ്ക്ക് ഈ പാകത്തിന് അങ്ങോട്ട് നടക്കാൻ പോവാ ആണോ? നീ വന്നതല്ല. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട്. എന്തെന്നാന്ന്? നീ കഞ്ഞി കുടിച്ചാ? വന്നേ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. കേക്കില്ലല്ലേ ചെക്കൻ? അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? അച്ഛനും അല്ലെങ്കിൽ തന്നെ വയ്യ. കൊഞ്ചിച്ച് കുട്ടികളെ ഭക്ഷണം നിങ്ങക്ക് വലി കൂടുകയുള്ളൂ. അങ്ങനെയൊന്നും പറയരുത്. 8-ാം തീയതി കാദറിന്റെ മോളുടെ കല്യാണം. 8-ാം തീയതി കാദറിന്റെ മോന്റെ കല്യാണത്തിന് 500 ഇക്കട്ടെ. 500. പിന്നെ സുലൈമാന്റെ കൂട്ട സുന്നത്ത് കല്യാണം 15-ാം തീയതി. അല്ലാ സുഖം തന്നെയല്ലേ വരുന്നത്. കായൊക്കെ കണ്ടപ്പോ മൂപ്പർക്ക് ആവശ്യം വരും. ഇതൊക്കെ എന്റെ കായൊക്കെ നാട്ടുകാർക്ക് ആവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല. അതെന്തപ്പത്? വാങ്ങിയ കായ് തരാൻ വേണ്ടിട്ട് അച്ഛനും മോളും കൂടിയിട്ട് വരാ. കായ് മേടിച്ചോണ്ടോ മോളും മാത്രാ വന്നായി. വായോ വായോ. ഈ പ്രാവശ്യേ പെൻഷൻ കിട്ടിയിട്ടില്ല. അതിപ്പോ അല്ലെങ്കിലും കിട്ടൂലല്ലോ. അതിപ്പോ കാലം എത്രയായി കിട്ടാണ്ട്? ഞങ്ങള് തയ്യൽ തൊഴിലാളികൾക്കൊക്കെ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടണ്ട്. നാളെ ഒന്ന് പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചു പെൻഷന്റെതേ. പിന്നെ അച്ഛന്റെ മരുന്നും തീർന്നിരിക്കയാണ്. അതെ, എന്താ ചെയ്യാ പടത്തോനെ ഓരോ ഇടങ്ങറുകൾ. കുറച്ച് കാശ് കൂടി സഹായിച്ചാലേ, അല്ല പെൻഷൻ കിട്ടിയ പഴയ പൈസ ഈ പൈസ കൂടി ഒരുമിച്ച് അങ്ങോട്ട് തരാം. എന്താ എന്റെ സുഖതച്ച് പറഞ്ഞത്? ഇന്ത്യയിൽ കിട്ടുന്ന പെൻഷൻ ഈ വീട് താമസത്തിനും കല്യാണങ്ങൾക്കും കൊടുക്കാൻ തന്നെ തികയണില്ല. പിന്നെ ഇപ്പൊ ചെക്കൻ കായ് അയക്കണ ഇക്കൊന്നല്ല, അത് ഓൾക്കാണ് അയക്ക, ഭാര്യക്കേ. ഒന്നും ഞാൻ ചോദിക്കലൊന്നുമില്ല. ഇവളുടെ അടുത്ത് കടം ചോദിച്ചാൽ കിട്ടൊക്കെ ചെയ്യും. ആ കൃത്യ സമയത്ത് അങ്ങോട്ട് കൊടുത്തില്ലെങ്കി കിടന്ന് കൊടുക്കാൻ പറ്റൂല. അവിടെ ഈ ശ്വാസം കിട്ടാതിരിക്കുമ്പോ അടിക്കണ ഒരു മരുന്നുണ്ട്, അത് കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ, അത് മേടിക്കാൻ. അത് വേറെ ആരോടെങ്കിലും ചോദിക്കണം, എന്നിട്ട് ആ മരുന്ന് മേടിക്ക്. അതാ ക്ഷേമനിധിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും വേണേ. ഈ പെൻഷൻ എന്താ കിട്ടാത്തന്നേ. വണ്ടിയൊക്കെ വിളിക്കണ പൈസ അല്ല. ഞാൻ ഇപ്പൊ എന്റെ ഉള്ള സഹായമൊക്കെ ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതിപ്പോ എപ്പോഴാ വെച്ചാ തരാ. എന്നാ ഞങ്ങള് ഈ എവിടെയെങ്കിലും അന്വേഷിക്ക്. അതെ അതെ.
മറ്റേ ഇതിന്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് 8:30 ഒരു ബസ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 11:30 അതിന് പോയ കാര്യങ്ങൾ നടക്കൂല. ആ 8:30 ബസ് അതിൽ തന്നെ കയറി പോയി കളി കേട്ടോ. വന്നവരും പോയവരൊക്കെ ഇപ്പൊ എന്റെ പെൻഷൻ കണ്ടിട്ടാ ജീവിക്കണത്. എന്നാ സർക്കാരിന് ഇത് വല്ലതും അറിയോ? അത് സമയത്തിന് ഇട്ട് തരൂല ഹാംകിങ്ങള്. എന്തൊരു ഏടങ്ങറാന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നിലക്ക് പോയപ്പോ ഒരു 2 ലക്ഷമൊക്കെ കിട്ടണ്ട ഒരു പെൻഷൻ. അങ്ങനത്തെ ഒരു കാലൊക്കെ ഉണ്ടാ വരുന്നത്. ഇതൊക്കെ എന്തിനു വരുന്നതാണോ എന്ത്? ഹലോ, പറഞ്ഞോ. അതായത് ഈ ക്ഷേമനിധിയിൽ അംഗമാവണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണം, 60 വയസ്സ് കവിയാൻ പാടില്ല, പിന്നെ നിർമ്മാണ തൊഴിലാളിയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതിവിടെ ബോധ്യപ്പെടണം. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നേരെ ഓഫീസിൽ വരും, അപ്പൊ പറഞ്ഞു തരാം കേട്ടോ. ശരി, വരയ്ക്കാൻ വയ്യ, അതാണ്. ശരി, ഇതേ ഓക്കെ. അയ്യോ കഷ്ടം. രാഘവേട്ടാ, ബാബുരാജെ ശവം എടുക്കണതിന് മുമ്പ് എന്നെ 3 മണിക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് മുങ്ങി ഞാൻ അങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ എത്തിക്കോളാം. വീത്തൊക്കെ വാങ്ങിച്ചു വെച്ച് അതിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ടിട്ട് വിളിക്കാം അങ്ങോട്ട്. എവിടെ പോണ്? ഒപ്പിടാനല്ലേ? രജിസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് സൗകര്യത്തിന്. ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ശുഷ്കാന്തി സമുദായ കാര്യങ്ങളിലാണ്. അല്ല, അങ്ങനെ വേണമല്ലോ സാറേ. ഒരു മരണം, ആഴ്ചയിൽ 3 മരണം, 3 കല്യാണം, ആഴ്ച ഓക്കെ. ഈ പറഞ്ഞ മാതിരി അറിയാലോ സാറേ, വലിയ കുടുംബമായോണ്ട് അർഹതയും പേരുദോഷവും. അതെ അതെ. ഇതിപ്പം ഭാര്യയുടെ കുടുംബത്തിലാണ്, അവരുടെ വേണ്ടപ്പെട്ട. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൊഴിൽ മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഞാൻ ആ മീറ്റിങ്ങിന് പോവുകയാണ്. സാർ വെക്കും. ഇവിടെ വന്നിട്ടുള്ള കുറെ അപേക്ഷകള് പെൻഡിങ്ങാ, അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കണം. അറിയാലോ, നെറ്റ് ഭയങ്കര പ്രശ്നമാണ്. നെറ്റ് ശരിയായാൽ ശരിയായ പിന്നെ സാറ് പറയണോ? ഞാൻ ചെയ്യാം സാറേ, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? വേണ്ട, സ്വരൂപ് ചായ കുടിച്ച് വന്ന് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാം, അവരോട് വരുമല്ലോ. പറയുമ്പോൾ അവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ചായ കുടിക്കാൻ അവിടെ നിൽക്കുക സാറേ, മധുവിന്റെ കടയിൽ നിൽക്കുക. ശല്യപ്പെടുത്തേണ്ട, ഉറങ്ങിക്കോട്ടെ. സാറേ, ഞാനായിട്ട് ഒരു ശല്യത്തിനും പോകില്ല. ഇനി എത്ര നാളാണ് സാറേ? അല്ല, പെൻഷനാവാനേ 4-5 മാസമല്ലേ ഉള്ളൂ. എന്നാലും ഉച്ചയ്ക്കൊന്ന് വിളിച്ചേക്കണേ. എവിടെ പോയിരുന്നു സാറേ? ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ മതി. 10 മണിക്ക് വന്നല്ലേ ഉള്ളൂ. 11 മണിക്കൊരു ചായ, 12 മണിക്കൊരു ചായ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫ്ലാസ്ക് വാങ്ങിച്ചു വയ്ക്കാം. ശരി, അപ്പോ ഓക്കെ ഓക്കെ. മിനിസ്റ്റർ മീറ്റിംഗ്. ഈ പറഞ്ഞല്ലോ, ഈ ചായ പേരുദോഷം ഉണ്ടാക്കില്ലേ ചായ കുടിച്ച്. നമ്മൾ കുടിക്കാൻ മാത്രം പ്രശ്നം. ഇതെന്ത് ഇത്? വിളിക്കണ്ട. രാവട്ടോ രാവട്ടാ രാവട്ടാ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു തെയ്യം കാണാൻ പോയതുകൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ലാന്ന്, ഉറങ്ങാൻ പറ്റിയില്ലാന്ന്. അല്ല രാവട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇനി പെൻഷനാകാൻ വളരെ കുറച്ച് മാസമേ ഉള്ളൂ. സ്വസ്ഥമായിട്ട്, അതാ ലീവും ഉണ്ട്, സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ഉറങ്ങിക്കൂടെ? എങ്ങനെ വീട്ടിലെപ്പം ചോറയാന്ന് ഞാൻ ഓളുമായിട്ട്. അപ്പൊ ഉറങ്ങാനേ പറ്റുന്നില്ല. അത് ഞാൻ ഇടയ്ക്കിടയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കല. സാറ് നമസ്കാരം. എന്താ? അച്ഛന്റെ പെൻഷൻ കാര്യത്തിന് വേണ്ടി. അച്ഛന്റെ പെൻഷനെ വരണില്ല, അപ്പൊ അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. അതെ, ഒന്നും ഇവിടെ നെറ്റില്ല. നെറ്റല്ല, പെൻഷൻ. അതെ, ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് ഇല്ല, ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇവിടുത്തെ മെയിൻ ഓഫീസർ പോയി. സാർ എപ്പോ വരും?
സാർ ഇന്നിനിപ്പോ എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. മന്ത്രിയെ കാണാൻ പോയിക്കണോ, മീറ്റിംഗ് ആണ്. അല്ല നിങ്ങൾ ഈ ഞങ്ങളെപ്പോ വന്നാലും ഈ നെറ്റ് കേടാ നെറ്റ് കംപ്ലൈന്റ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് ഇല്ലാത്ത കാലത്തും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ജോലിയൊക്കെ ചെയ്തിരുന്നല്ലോ, അതെങ്ങനെ? പണ്ടത്തെ പോലെ 4-5 അപേക്ഷ അല്ല, ഇപ്പം 10,000 അപേക്ഷകൾ പറഞ്ഞാണ്. അത് ഇതെല്ലാം ഇതിനകത്താണ് ചെയ്തേക്കണേ. ഇപ്പൊ ഇത് പണി മുടക്കിയാൽ മൊത്തത്തിൽ മുടക്കാണ്. സാറേ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അച്ഛന്റെ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. കടം മേടിക്കാൻ ഇനി ആരുമില്ല. ഇപ്പൊ അച്ഛന് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടാണ്. എന്താ വെച്ചാല് ഈ സാറൊക്കെ എപ്പോഴും തിരക്കാണ്. ആ സാറ് ഫുൾ ടൈം ഇങ്ങനെ തിരക്കായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാവങ്ങൾ വന്ന ഒരു കാര്യം നടക്കണ്ട സാറേ. ഇനിയിപ്പോ ആ സാറ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? മന്ത്രിയാണ് വിളിച്ചേക്കണത്, സാറിന് പോകാതിരിക്കും. എന്നാ പിന്നെ ഈ സാറിനെ വിളിച്ചോളൂ, ഒരു പണി ഇല്ലാണ്ടിരിക്കണ്ടല്ലോ. ആ സാറ് പണിയെല്ലാം തീർത്ത് വെച്ചിട്ടിരിക്കുന്ന സാറാ. ഇനി സാറിന് റെസ്റ്റാണ്. അല്ല, ഇതിപ്പോ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആണല്ലോ, അതിങ്ങനെ മുടങ്ങുമ്പോ. ഇതല്ല, ഇത് ഇവിടെ ഒരു ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെ. ഇതിന്റെ മേളിലും പല സ്ഥലത്തു നിന്നാണ് ഇതിന്റെ കാര്യങ്ങൾ വരണത്. ഒരു കാര്യം ഞങ്ങൾ പോകാൻ നോക്കൂ ഇനി. പോയിട്ട് വരാം. കേട്ടാ, പോയിട്ട് വരും. അല്ല സാറേ, ഓ, ഒരു 300 റുപ്യ കടന്നു തരുമോ? നാളെ പെൻഷൻ കിട്ടുമ്പോ അങ്ങോട്ട് തരാം. ഇതൊരു ഓഫീസാണ്. അല്ല, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, ആരും ചോദിച്ചാൽ തരാനില്ല. ഒരു ഓഫീസിൽ ഇവിടെ അങ്ങനെയുള്ള പണമിടപാടൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ സാറിന്റെ കയ്യിലുണ്ടാവോ? അതെ, വിളിച്ചോ. ചെങ്ങാട് പായിട്ട് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അത്ര എന്താ ചെയ്യാ, ശ്വാസം കിട്ടുന്നില്ല കുട്ടിയെ. നടക്കിപ്പോ. കിളവന് വലിവാണെങ്കിലും ഭയങ്കര അഹങ്കാരമാണ് കേട്ടോ. വർത്താനം കേട്ടില്ലേ? ഇതൊക്കെ നല്ല പ്രായത്തിൽ കിടന്ന് വേണ്ടാത്ത ഇനങ്ങളെ കാണിച്ചിട്ടുണ്ടോ? അതാണ് ഈ അവസാനം കിടന്ന് വലിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, അയാളുടെ കയ്യിൽ പെൻഷൻ ബുക്ക് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് നേരെ അക്ഷയയിൽ ചെല്ലുക, കാര്യം പറയും കേട്ടോ. ആ ശരി. ഓക്കെ. എന്താ മനസ്സിലായില്ല സാറേ? സാറിന്റെ ഇളയപ്പന്റെ മോന്റെ പണി ആര് തീർത്തു കൊടുത്തിനി? ആരെ തീർത്തു കൊടുത്തുന്നോ? ഞാനേ, ആ. ഉണ്ണി മിശ്രി കുടികൂടിന്റെ തലേന്ന് വേക്കുന്ന സാധനം കഴിക്കുമ്പോ സാറ് ഓർമ്മി. ആ ശരി ശരി. എന്തേ എന്തേ എന്തേ? അതെ, ഞാനേ ഈ ക്ഷേമനിധിയില് ആ അങ്ങായിന്റെ ഇട്ടായിനി. ആ അപ്പൊ 50 റുപ്യ അപ്പച്ച മുതലാളിക്ക് അപ്പൻ അംശാദായം കൊടുക്കണാണോ? അംശാദായം കൊടുക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. അംശാദായം കൊടുക്കണം 50 റുപ്യ കൊടുക്കുന്നുണ്ട്. ആ അപ്പച്ചൻ മുതലാളിക്ക് കൊടുത്തത്? അല്ല, അപ്പച്ച മുതലാളി കൊടുത്തില്ല. അംശാദായം. അതെ, ഇപ്പൊ എനിക്ക് ഒരു 20,000 റുപ്യ ലോൺ വേണം. ആ എന്തേ, മോളുടെ ഒക്കെ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് മൊത്തം. എന്താ വിറയ്ക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ആ അത് ശരിയാ, അതാണ്. എനക്കല്ല പ്രശ്നം, ഞങ്ങൾക്ക് കഴിക്കണമെന്നില്ല സാറേ. ഞരമ്പിന് കഴിക്കണം. ഞരമ്പ് കഴിക്കുമ്പോ കറക്റ്റ് നിൽക്കും. പിന്നെ പണിയെടുക്കാം. ചട്ടി പിടിക്കണ്ട സാറേ, തീർച്ച പിടിച്ച് ചട്ടി അങ്ങോട്ട് എറിഞ്ഞ് കളിക്കണ്ടല്ലേ തേപ്പിന്റെ പണിയെടുക്കുമ്പോ. അപ്പൊ എന്താ വേണ്ടത് ഇപ്പോ? അതെ സാറേ, അത് ലോണ് വേണം. ശരി, എത്ര വേണം? 20 റുപ്യ. 20 റുപ്യ. 20,000? അത് ശരിയാക്കി. അപ്പൊ എത്ര അടവ് വന്നിട്ടുണ്ട്? അടവ് 4 മാസം. 4 മാസം വെച്ച് 50 റുപ്യ അടച്ചിട്ടുണ്ട്. ഇപ്പോ 20,000 റുപ്യ ലോൺ വേണം. അതെ, നിങ്ങൾ അടയ്ക്കുന്നതിന്റെ ഒരു നിശ്ചിത ശതമാനം വെച്ചിട്ടാണ് ലോണ് തരിക. അതെന്തും ആയിക്കോട്ടെ. അതുണ്ട്. 20. ഹലോ. ആ അതെ, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. പൊക്കോ കേട്ടോ. ആ തരാം, പക്ഷെ ഇത് കിട്ടൂല, നിങ്ങൾക്ക് കിട്ടില്ല കേട്ടാ. കിട്ടില്ല. എന്താ സാറേ, ഇപ്പം നമ്മളിപ്പം ഞാനൊരു 4 മാസം അടിച്ചല്ലോ. 200 ആയല്ലോ. അത് തന്നോ? ഏതാ 200? ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, പുറത്തേക്കുള്ള വഴി അത് നേരെ വിട്ടോ. കേട്ടോ, ഇതെന്താണ്? കൊറേ ദിവസമായാലും ഒരു പണിയും നോക്കാം. ഇത്രയും ശുഷ്കാന്തിയോട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടാ. അല്ല, എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ട്. അത് കടലാസ് പെൻഡിങ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയണം. രാവിലെ നീ ഉറക്കം പോകാനായിട്ട് എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിച്ചോ? മരുന്ന് കഴിച്ചിട്ടില്ല. എന്തോ കഴിച്ചു ഇല്ലെങ്കിൽ ഇങ്ങനെ എത്ര ഉഷാറായിട്ടിരിക്കൂല. അതെ 2 ദിവസമായിട്ട് നല്ല ഉറക്കാം. ഭാര്യ വീട്ടിലില്ല, മോളടുത്തേക്ക് പോയി.
അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. അതിന്റെ ഉഷാർ. അത് ശരി. അപ്പൊ അതാണ്. ആ എന്നാ പിന്നെ ഭാര്യ സ്ഥിരമായിട്ട് മോളുടെ വീട്ടിലൊക്കെ നിർത്തിക്കൂടാ? സ്വസ്ഥമായിട്ട് ഉറങ്ങാല്ലേ? ശരിയാണ്. പക്ഷെ വിട്ടുപോയല്ലോ. ആ ഹലോ ഹലോ, ഇവിടെ എങ്ങോട്ട്? അവിടെ ആരുമില്ല. സാറിന് കാണും. സാറ് പുറത്ത് പോയേക്കാ വേറെ ഒന്നിനും അത്യാവശ്യം ആവശ്യമായിട്ട്. എന്താ പ്രശ്നം എന്താണ് പറയൂ. എന്തിനു കരയുന്നേ? എന്താ പേരെന്താ? എന്റെ പേരും മൊയ്തു. ആ എന്ത് മൊയ്തു, എന്താണ് പ്രശ്നം? ഒന്ന് തുറന്ന് പറ. ഈ സർക്കാർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കരയില്ല, ആൾക്കാർ കണ്ട നാണക്കേടാണ്. മൊയ്തു പറ, എന്താ പ്രശ്നം പറ. എന്റെ സുഹൃത്ത് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. മോള് പോയാ? മോളല്ല, ഭാര്യയാണ്. ഭാര്യയാണോ സുഹറ? അതിനാണ് ഈ കരയട. അത് പോട്ട് ചങ്ങായി, അങ്ങനെ പോണ്ട, വേണ്ടാത്തൊക്കെ പോട്ടെന്ന്. അങ്ങനെയല്ല സാറേ, എന്നും പണി ഇതിന് കൂലി ഞാൻ ഓളെ കയ്യിൽ കൊണ്ടുകൊടുക്കണം. അങ്ങനത്തെ എന്നോട് ഓളെ ചെയ്തറിയ ഇതിപ്പോ ആരോടെ പോയത്? ഒക്കെ നാണക്കാനാണ് സാറേ. പോയില്ലേ, നീയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞോ. എന്റെ കൂടെ കയ്യാളായിരുന്നു ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെ പോയത്. ഇതെന്താണെന്നറിയാമോ, ഡെയിലി പൈസ എല്ലാം കൊണ്ട് കൊടുക്കും. പക്ഷെ പോയിട്ട് വൈകുന്നേരം എണ്ണം അടിച്ചിട്ട് തെറി വിളിയൊക്കെയാണ് ഈ ടീം. അപ്പൊ ഹിന്ദിക്കാരെ അവിടെ പോയി കഴിഞ്ഞാൽ അവന്മാര് ഹിന്ദിയിൽ തെറി വിളിച്ചാലും അറിയില്ല. ഞാൻ കള്ളോടി ഒന്നുമില്ല സാറേ. പിന്നെ ദേവോദരോട് ഒന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കാൻ. അല്ല സാറേ, ഞാൻ മയ്യത്തായാലേ ഇവിടുന്ന് ഒരു ആനുകൂല്യം കിട്ടുമല്ലോ. അതിന്റെ അവകാശിന്റെ സ്ഥാനത്ത് ഓളെ പേരാ. ആ അവകാശ സ്ഥാനം മാറ്റണം. ഓക്കത് കിട്ടരുത്. അല്ലപ്പോ അവള് ഒരാളെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ഇവിടുന്ന് പേര് മാറുകയൊന്നുമില്ല. അതിന് നിങ്ങളൊരു വക്കീലിനെ കാണണം. നിയമപരമായി അയാൾ എല്ലാം പറഞ്ഞു തരും. ഈ കൊണ്ടയാളുണ്ടല്ലോ, നിങ്ങളെ ഭാര്യനെ തിരിച്ചുകൊണ്ടാക്കിയാൽ അത് അതിനും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടേ ഞാൻ പറയണത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുക. എന്നിട്ട് വേറെ നല്ല എന്നെ കെട്ടുക. കെട്ടിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പേര് ഇവിടെ ചേർക്കാം. ഇല്ലെങ്കിൽ പൈസ ഈ കൂറയ്ക്കേ പോവുള്ളൂ. പൈസ നിങ്ങളുടെ അടുത്ത് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. പോയി വക്കീലിനെ കാണാൻ നോക്ക്. ചുമ്മാ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് കാര്യം. ഞാൻ വക്കീലാണ് സാർ. പോ സന്തോഷത്തോടെ ഇരിക്കണ്ടേ. ഇങ്ങനെയുള്ള ബാധ്യതകൾ പോണല്ലേ നല്ലത്. ബെസ്റ്റ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. നിങ്ങൾ രാഘവനെ നോക്കിയാണോ പറഞ്ഞേ? ഇന്നൊന്നും നടക്കൂല. നെറ്റില്ലേ? നെറ്റ് വന്നു, പക്ഷെ സാറ് പോയി. എന്നാലേ സാറ് വന്നിട്ട് സാറെ കണ്ടിട്ട് പോയാ മതി. സാർ എപ്പോ വരുമെന്നോ ഇന്ന് വരുമെന്നോ ഒന്നും നമുക്കറിയില്ല. സാറൊന്നും വിളിച്ചു ചോദിക്കും സാറേ വരുവോന്ന്. ഒന്ന് വിളിച്ചോക്ക്. എവിടെ ഉണ്ട് എത്തുന്നു? നിങ്ങൾ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ളല്ലേ. സാർ അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് വല്ല മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചാ? അതെ, ഈ സാറ് ശരിയല്ല. സാറൊന്ന് വിളിച്ചു നോക്കിയാ സാറിനെ. പറ്റില്ല കേട്ടാ. അതെ, നിങ്ങൾ പുറത്തു പോയിരിക്കും. സാറപ്പൊ സാറിനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നു വരുന്ന പറഞ്ഞ അപ്പൊ ഇവിടെ ഇരിക്കണ്ടേ? ഇതെന്താണ് ഈ പറയണത്? സ്ഥിര സുഖന്റെ മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കണം നിങ്ങള്. അതെ, നിങ്ങൾ പുറത്ത് പോയി അവിടെ ഇരിക്കുക. സാറ് വന്നാൽ നിങ്ങൾക്ക് കാണാം, അതില് നാളെ കാണാം. അത്ര ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ടേ ശ്വാസം കിട്ടാണ്ട് കാറ്റെങ്ങാനും പോയി കഴിഞ്ഞാ ഒന്നിനെ കൊണ്ട് അടക്കാനുള്ള പണി നോക്കണേ. എന്തിനാണ് ആവശ്യമില്ലാത്ത എഴുതാപ്പുറം വായിക്കല്ലേ ചേട്ടാ. എന്താ ആൾക്കാരാണ്, ക്ഷമയില്ലെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും. അത് അസുഖമായതുകൊണ്ടാ. എന്താ അസുഖം? ഡയലോഗ് അടിക്കുമ്പോ അസുഖം. അതാ വലുവിന്റെ 2-3 ദിവസമല്ലേ അയാൾ ഈ ഓഫീസിൽ നിന്ന് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നമ്മൾക്ക് എന്താ ഈ ഓഫീസ് കാരണം?